നിങ്ങളുടെ നാട്ടിലെ ലോക്കൽ സ്ഥലങ്ങളുടെ പേര് പറയാൻ. കുന്നത്തുകര, പിന്നെ കുന്നുംപുറം, പിന്നെ ഇടയാറ്. ഈ കവല മുക്ക അങ്ങനെ സാധനമൊന്നുമില്ല. മഞ്ഞണി മുക്കോ? നിങ്ങൾക്ക് റിവെഞ്ച് എടുക്കാൻ ഇഷ്ടമുണ്ടോ? ഇവിടെ കുറേ പിള്ളേര് ഇവിടെ വൈബ് പോരാന്ന് പറഞ്ഞ് വിദേശത്തോട്ട് പോയിട്ടുണ്ട്. കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ പോയി അവിടെ പോയിട്ട് വൈബ് അടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് മഞ്ഞൊക്കെ വാരി ഇട്ടിട്ട് റീലൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു തരും. അപ്പൊ നമ്മളെ കൊതിപ്പിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? തിരിച്ചു കൊതിപ്പിക്കണം. എങ്ങനെയാണെന്നറിയോ? ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമാണ്. ശരിക്കും നോക്കിക്കേ, ഇവരൊക്കെ ഉണ്ട് ഈ കാനഡയിലൊക്കെ ആഘോഷിക്കാൻ പോകുന്നുണ്ടോ? എത്രയോ കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത്, മണിക്കൂറുകൾ ട്രാവൽ ചെയ്ത് ഒരു പോയിന്റിലെത്തി അവിടെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കിയേ, എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ആഘോഷമായി അല്ലേ? ശരിക്കും എവിടെ നോക്കിയാലും നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയി. മറ്റേ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഫോട്ടോ വെച്ച് മാത്രമല്ല, ഇപ്പൊ മിക്കയിടത്തും പാപ്പാഞ്ഞിയെ പിടിച്ച് കത്തിയിട്ടുണ്ട്. നിങ്ങൾ കാർ എടുത്ത് ചുമ്മാ പോയാൽ മതി, എവിടെ പോയാലും ആഘോഷ. നമ്മൾ ഈ തന്ത വൈബ് എന്നൊക്കെ വിളിക്കുന്ന അപ്പന്മാരും അമ്മമാരൊക്കെ ഡാൻസ് വയറൊക്കെ വെച്ചിട്ട് ഭയങ്കര അല്ലേ? എന്തൊരു വൈബാ. ഇതിന്റെ റീൽ എടുക്കണം, എന്നിട്ട് അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. എന്നിട്ട് കാണ്ടി അയച്ചു കൊടുക്കണം. ഈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ പോയിന്റ്. ഇവരിങ്ങോട്ട് വീഡിയോ ഇടുമ്പോൾ ഇവരുടെ ലൊക്കേഷൻ ഇടും. കാനഡ, പാരീസ്, ഓസ്ട്രേലിയ, ആംസ്റ്റർഡാം എന്നൊക്കെ പറഞ്ഞിടും. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ലോക്കൽ സ്ഥലം ഇടാവും. ഏതായിരുന്നു? കുന്നുംപുറം, കുന്നത്തുകര, തൊമ്മങ്കവല എന്നൊക്കെ പറഞ്ഞ് ആ ലൊക്കേഷൻ ഇടാവുള്ളൂ. ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കത്തില്ലേ? അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് ചോദിക്കും, എടാ ഈ കുന്നത്തുകര എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് വലിയ ടൗൺ ആയിരിക്കും അല്ലേ? അല്ലടാ, അതൊരു പട്ടിക്കാടാ. മേ ബി അത് പട്ടിക്കാടായിരിക്കും. നീ ഇങ്ങോട്ട് വന്ന ശേഷം അതിപ്പോ ടൗൺ ആയിട്ടുണ്ടാകും. അടുത്തൊരു 5 വർഷത്തിനകം നമ്മുടെ ഈ നാട്ടിലെ എല്ലാ സ്ഥലവും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് സ്ഥലവും നോക്കിക്കോ, അവിടെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നല്ല ഡെവലപ്മെന്റ്. എസോർണോ? ഹോട്ടലുകളൊക്കെ എങ്ങനെയായി? തിയേറ്ററുകൾ എങ്ങനെയായി? ഹോസ്പിറ്റൽ എങ്ങനെയായി? റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായി? ഇവിടെ തകർക്കുവാണ് ആണല്ലോ. ഇവിടെ വൈബ് ഉണ്ടാക്കണം. നിൽക്കുന്ന സ്ഥലത്ത് വൈബ് ഉണ്ടാക്കണം. നിങ്ങൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ചേർത്ത് പിടിച്ചോടെ ആഘോഷിക്കാൻ. എന്നിട്ട് അവരോടൊപ്പം ഡാൻസ് കളിക്കണം. ആ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. സ്വീറ്റ് റിവെഞ്ച്.